നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. കാലങ്ങളായി ലോകം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, ആകെ അറിയുന്നത് ഹിമാലയത്തിലാണ് എന്ന് മാത്രം. രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന ഹിമാലയത്തിൽ ലോകം അന്വേഷിക്കുന്ന ഒരിടമുണ്ട്. അത് ഏതാണെന്നറിയാമോ? കേട്ടുമാത്രം പരിചയമുള്ള ജ്ഞാൻഗഞ്ച് എന്ന സ്ഥലമാണ് അത്. മറഞ്ഞിരിക്കുന്ന നഗരമെന്നോ സാമ്രാജ്യമെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പുരാണങ്ങളിൽ ഒരുപാട് പറഞ്ഞിരിക്കുന്ന ജ്ഞാൻഗഞ്ച്, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിഗൂഢതകളും അത്ഭുതങ്ങളുമാണ് ഓരോ ഹിമാലയൻ കൈലാസ യാത്രകളിലും സമ്മാനിക്കുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായാണ് ജ്ഞാൻഗഞ്ച് എന്ന സ്ഥലം അറിയപ്പെടുന്നത്. ഭാരതീയ വിശ്വാസങ്ങളിൽ മാത്രമല്ല, ടിബറ്റൻ ബുദ്ധവിശ്വാസങ്ങളിലും ചൈനീസ് നേപ്പാൾ വിശ്വാസങ്ങളിലുമെല്ലാം പല പേരുകളിലും കഥകളിലും മിത്തുകളിലും ഇത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. സിദ്ധാശ്രമം, സിദ്ധഭൂമി, ശംബാല, ഷാംഗ്രില തുടങ്ങി പുരാണങ്ങളിലും ചരിത്രത്തിലുമൊക്കെ ധാരാളം പേരുകളിൽ കേട്ടിരിക്കുന്ന ഈ സ്ഥലം എവിടെയാണ് എന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നും അവർക്കൊരിക്കലും മരണമില്ല എന്നും അമർത്യരായ അവർ അമാനുഷ്യരാണ് എന്നുമെല്ലാമാണ് വിശ്വാസങ്ങൾ പറയുന്നത്. ഇത് കേട്ടറിഞ്ഞ് തേടിപ്പോയവരെ കുറിച്ചുള്ള കഥകളും ഒരുപാടുണ്ട്. ഹിമാലയത്തിൽ സാധാരണ മനുഷ്യർക്ക് ഒരു കാലത്തും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരിടത്ത് മരണത്തെ ഭയക്കാതെ ജ്ഞാനവും അറിവും ശക്തികളുമുള്ള യോഗികളും ഋഷിമാരുമൊക്കെ ഈ ജ്ഞാൻഗഞ്ചിൽ ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും എന്നാണ് പറയപ്പെടുന്നത്. ജീവനും മരണവുമില്ലാതെ അമർത്യതയുടെ മറ്റൊരു രൂപത്തിൽ ഇവർ ഇവിടെ വസിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ശ്രീബുദ്ധനും ആദിശങ്കരാചാര്യരുമൊക്കെ അന്വേഷിച്ചത് ഈ പ്രദേശം തന്നെയാണ്. ഹൈന്ദവ വിശ്വാസം പറയുന്നത് പരമേശ്വരനാണ് ഇത് സ്ഥാപിച്ചത് എന്നാണ്. എന്നാൽ ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടെത്തിയതും സ്ഥാപിച്ചതുമെല്ലാം ശ്രീബുദ്ധനാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പല മതഗ്രന്ഥങ്ങളിലും ഈ സ്ഥലത്തെ സംബന്ധിച്ച് നിരവധി വിശദീകരണങ്ങളും ഇവിടേക്കുള്ള വഴികളും എത്തിച്ചേരേണ്ട വിധവുമെല്ലാം വിശദമായി പറയുന്നുണ്ട് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. നേപ്പാൾ, ടിബറ്റ്, ഒരുപക്ഷെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശത്തിനോടോ മറ്റോ ചേർന്ന് പോലും ജ്ഞാൻഗഞ്ച് വന്നേക്കാമെന്നാണ് ഈ വിവരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹിമാലയത്തിലെ കൈലാസ നിരകൾക്കും ടിബറ്റിനും ഇടയിലാകാം ഇതിന്റെ സ്ഥാനമെന്നാണ് പൊതുവായി പലരും അഭിപ്രായപ്പെടുന്നത്. 4 വഴികളാണ് ജ്ഞാൻഗഞ്ചിൽ എത്തിച്ചേരാനായി ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് ആരംഭിക്കുന്നത് ചാർധാം ക്ഷേത്രങ്ങളിലൊന്നായ ഗംഗോത്രിയിൽ നിന്നാണ്. രാവണൻ തപസ്സനുഷ്ഠിച്ച് പ്രസിദ്ധമായ രാക്ഷസതാൽ എന്ന തടാകത്തിൽ നിന്നാണ് രണ്ടാമത്തെ വഴി. ചന്ദ്രതാൽ തടാകം, കൈലാസ പർവ്വതത്തിലേക്കുള്ള വഴിയിൽ എന്നിങ്ങനെയാണ് ബാക്കി 2 പാതകൾ. ഇതിലൂടെ കൃത്യമായി എത്തിയാൽ ജ്ഞാൻഗഞ്ചിൽ എത്തിച്ചേരാമത്രേ. എന്നാൽ ഇതെവിടെ നിലനിൽക്കുന്നു എന്നതിലാണ് ഉത്തരമില്ലാത്തത്. കാരണം ഈ വഴികളിലൂടെ എത്ര ദൂരം പോകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അറിവ് പറഞ്ഞിട്ടില്ല. ശ്രീബുദ്ധനും ശങ്കരാചാര്യരും മാത്രമല്ല, അഡോൾഫ് ഹിറ്റ്ലർ വരെ ഇവിടം തെരഞ്ഞിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ അവരിൽ ആർക്കും തന്നെ ഇത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് സോവിയറ്റ് യൂണിയനും ഇതിനെക്കുറിച്ച് തിരക്കാനായി ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവരും ഇത് കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഹിമാലയത്തിൽ ആർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരിടത്താണ് സിദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. തെക്കെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ ഒരു പ്രത്യേക ദിശ ഈ സ്ഥലത്തിന് പറയുവാനാകില്ല എന്നാണ് വിശ്വാസം. സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ ഒരിക്കലും എത്തിപ്പെടുവാൻ സാധിക്കില്ല. ചില ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇവിടേക്കുള്ള വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്, എങ്കിലും അത് വളരെ അവ്യക്തമാണ്. എത്ര അടുക്കുവാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും അകന്നുപോകുന്ന ഒരു സ്ഥാനമായും ഇതിനെ കാണുന്നവരുണ്ട്. എന്നാൽ ഇവിടെ പോയി വന്നു എന്ന് അവകാശപ്പെടുന്നവരും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല യോഗികളും സിദ്ധന്മാരും തങ്ങളവിടെ പോയിട്ടുണ്ട് എന്നും കണ്ടിട്ടുണ്ട് എന്നുമെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വിശ്വാസത്തിൽ എടുത്തതായി കണ്ടിട്ടില്ല. എന്തുതന്നെയായാലും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഇത്രയധികം പുരോഗമിച്ചുവെങ്കിലും ലോകത്തിന് ഇതുവരെ ജ്ഞാൻഗഞ്ച് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹിമാലയത്തിൽ എവിടെയോ ഉണ്ട് എന്നും അവിടേക്ക് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല എന്നുമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ആരും തന്നെ അവിടെ എത്തിപ്പെടാത്തത് എന്ന് പറയുന്നു. കാരണം യോഗികളായവർക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ, അല്ലെങ്കിൽ സന്യാസിമാർ ആയവർക്ക് മാത്രം, അല്ലെങ്കിൽ കർമ്മരംഗത്ത് സന്യാസം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു രാജ്യമാണെന്നും ഗോത്ര സമൂഹമാണെന്നും ചിലപ്പോൾ അത് ഇതിനകം നശിച്ചുപോയ ഒരു രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല.
ടിബറ്റിൽ കൈലാസ മാനസ സരോവറിന് വടക്കുഭാഗത്തായി ജ്ഞാൻഗഞ്ച് സ്ഥിതി ചെയ്യുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. മരണത്തിന് അടിമപ്പെടാത്ത ജീവനാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഋഷിമാർക്കും താപസർമാർക്കുമൊന്നും മരണമില്ല എന്ന് പറയുന്നു. ജ്ഞാൻഗഞ്ച് എന്നൊന്നില്ല, വെറും സങ്കല്പമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. അതിനായി അവർ പറയുന്നത് ശാസ്ത്രത്തിന് ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. സാറ്റലൈറ്റുകളും ആധുനിക മാപ്പിംഗ് ടെക്നോളജികളും ഉപയോഗിച്ചിട്ടും ഇങ്ങനെയൊരു ഇടത്തിൻ്റെ ഒരു തെളിവും കണ്ടെത്താനായില്ല എന്നതും ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നു. കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും പല യോഗികളും അവിടെ പോയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആത്മീയതയും മരണമില്ലായ്മയും മാത്രമുള്ള ഇവിടുത്തെ പല പ്രത്യേകതകളും അവർ വിവരിച്ചിട്ടുമുണ്ട്. ആത്മീയ നേതാവായിരുന്ന ഗുരു സായി പലതവണ ഇവിടെ സന്ദർശിച്ചു എന്ന് പറയുന്നുണ്ട്. ഭൂമിയിലല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്രഹത്തിലാണ് ജ്ഞാൻഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് സായി പറയുന്നത്. ഇംഗ്ലീഷ് ആർമി ഓഫീസറായിരുന്ന LP ഫാറൽ എന്നയാളും ജ്ഞാൻഗഞ്ചിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു. 1942 അദ്ദേഹം ഇവിടെ സന്ദർശിച്ചതത്രേ. സിദ്ധനായിരുന്ന ഗോപിനാഥ് കവിരാജ് അദ്ദേഹത്തിന്റെ കൃതിയായ സിദ്ധഭൂമി ജ്ഞാൻഗഞ്ചിൽ ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സ്വാമി വിശുദ്ധാനന്ദ ഇവിടം സന്ദർശിച്ചിരുന്നുവെന്നും അവിടെ വെച്ച് അദ്ദേഹം സൂര്യവിജ്ഞാൻ അഥവാ സോളാർ സയൻസിനെ കുറിച്ച് പറഞ്ഞുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. ഒരിക്കൽ ദലൈലാമയോട് ജ്ഞാൻഗഞ്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ആളുകൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരിടമായല്ല ഇതിനെ വിശദീകരിച്ചത്. അത് സ്വർഗമല്ല, മറിച്ച് മനുഷ്യമണ്ഡലത്തിലെ തന്നെ വളരെ ശുദ്ധമായ ഒരു പ്രദേശമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. കർമ്മബന്ധങ്ങൾ വഴി മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കൂ. ഹിമാലയത്തിലെ അനശ്വര ജീവികൾ വസിക്കുന്ന നഗരത്തിലെ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ലോകത്തിൻ്റെ വിധിയെ അവർ സൂക്ഷ്മമായി നയിക്കുന്നു എന്നാണ് വിശ്വാസം. അവിടെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്, സന്യാസിവര്യന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നന്മയ്ക്കായി അവരവിടെ ധ്യാനം ചെയ്യുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. കൂടുതൽ കഥകളുമായി വീണ്ടും വരാം. കഥകളും വിശ്വാസങ്ങളും എല്ലാം ഇവിടെ കൂടിക്കുഴഞ്ഞ് നമുക്ക് സംസാരിക്കാം. കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും വരാം. അതിനായി ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.